2 മണിക്കൂറിനുള്ളിൽ 4:30 നാസയുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ പുതിയ ഡയറക്ടർ ഈ അടുത്താണ് ചുമതലയേറ്റത്. പുതിയ ഡയറക്ടറുടെ വാർത്താ സമ്മേളനം 2 മണിക്കൂറിൽ ഉണ്ടാകും. അപ്പോൾ ഈ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികരെ വൈദ്യസഹായം അടക്കം ലഭ്യമാക്കി അവരെ കണ്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ നാസയുടെ ഡയറക്ടർ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസിയിലേക്ക് പോയി, എന്തുകൊണ്ട് ഒരുപക്ഷെ നമുക്കറിയാം ബഹിരാകാശ നിലയത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, വേണമെങ്കിൽ അവിടെ വെച്ച് ചികിത്സ നൽകാമായിരിക്കും. പക്ഷേ മടക്കി കൊണ്ടുവരാൻ കഴിയും വിധം നമ്മുടെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു അസുഖം വന്നാൽ അതിപ്പോൾ ബഹിരാകാശ നിലയത്തിലാണെങ്കിൽ കൂടി നമുക്കതിനെ വേണ്ട രീതിയിൽ ഇപ്പോൾ നോക്കൂ, നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി ആ പേടകത്തിനടുത്തേക്ക് റെസ്ക്യൂ ബോട്ടുകളൊക്കെ എത്തിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് പേടകത്തിന്റെ മെയിൻ വാതിൽ തുറക്കും. The Crew 11 team out of the water, and it's always a lot of fun to watch these operations proceed. Now, Dragon has already autonomously completed several steps to save itself following splashdown. For those of you that നാസയുടെ ക്രൂ 11 സംഘം അങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്നു എന്ന ഒരു അസുലഭ നിമിഷമാണ്. പ്രത്യേകിച്ച് അസാധാരണമായിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൽ ആ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. റെസ്ക്യൂ ബോട്ടിലെ ആളുകൾ ആ പേടകത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിൽ ഒരാൾ ഈ പേടകത്തിനകത്തേക്ക്, കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരാൾ ആദ്യം അകത്തേക്ക് പോകും. ആദ്യം ആ പേടകം ഈ റെസ്ക്യൂ ബോട്ടുമായി ബന്ധിപ്പിക്കും. അതിനുശേഷമായിരിക്കും പേടകം തുറന്ന് അതിലുള്ള ആളുകളെ 4 യാത്രക്കാരെ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ആദ്യം പുറത്തേക്ക് എത്തിക്കുന്നതിന് മുൻപുള്ള മറ്റ് സാങ്കേതികമായിട്ടുള്ള മറ്റ് പരിശോധനകൾ എന്തെങ്കിലും അങ്ങനെ അത് ഈ പേടകത്തെ ആ ബോട്ടുമായി ബന്ധിപ്പിച്ച് അത് ബന്ധിപ്പിക്കാറാണ് സാധാരണ, ടഗ് ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞ് ആ റെസ്ക്യൂ ബോട്ടിലുള്ള ഒരാൾ അതിനകത്തേക്ക് കയറി ആ 4 പേരെയും പരിശോധിക്കും. എന്നിട്ട് ഓരോരുത്തരായി പുറത്തു കൊണ്ടുപോകും. അതാണ് ക്രൂ 10 ദൗത്യത്തിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്, മെഡിക്കൽ ഇവാക്യുവേഷൻ ആണ്. അതുകൊണ്ട് പ്രഥമ പരിഗണന ആർക്കാണ് എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ തവണ പേടകത്തിൽ ഇരുന്ന ഓർഡറിൽ തന്നെയായിരുന്നു പുറത്തേക്ക് ഇരുന്നത്. ആദ്യം മിഷൻ ക്യാപ്റ്റനാണ് പുറത്തേക്ക് വന്നത്. ഇത്തവണ എങ്ങനെയാണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. നമുക്ക് റെസ്ക്യൂ ബോട്ടുകളൊക്കെ പേടകത്തിന് അടുത്തേക്ക് വരുന്ന കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ക്രൂ 11 സംഘം മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലാതെ തന്നെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പേടകം കടലിലേക്ക് അനായാസം പറന്നിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി റെസ്ക്യൂ ടീം സജ്ജമായിരിക്കുന്നു. റെസ്ക്യൂ ടീം പേടകത്തിന് അടുത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യമാണ്. ഇനി അവിടെ നിന്നുള്ള ഈ 4 സംഘത്തെ, അതിൽ ഒരാൾ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് ഭൂമിയിലേക്ക് ഈ ദൗത്യം പാതി വഴിക്ക് അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇറക്കേണ്ടി വന്നത്. ഇനി ആ റെസ്ക്യൂ സംഘം എങ്ങനെയായിരിക്കാം ഇവരെ പുറത്തേക്ക് ഇറക്കുക എന്നടക്കം തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ തന്നെ നമുക്ക് പോകാം. ചെറിയ ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ